സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പോലീസ് വകുപ്പും സംയുക്തമായി കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തെ കോൺഫറൻസ് ഹാളിൽ ജില്ലയിലെ SPC അധ്യാപകർക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കുട്ടികളുടെ സംരക്ഷണം എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തെ കോൺഫറൻസ് ഹാളിൽ ബാലാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് വകുപ്പും ജില്ലയിലെ SPC അധ്യാപകർക്കായി സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിജീവനത്തിനും സംരക്ഷണത്തിനും വികസനത്തിനും പങ്കാളിത്തത്തിനുമുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. കുട്ടി ഭ്രൂണാവസ്ഥയിൽ രൂപം കൊള്ളുമ്പോൾ മുതൽ അതിനെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങൾ നമുക്കുണ്ട്. കുട്ടികളിലെ സ്വഭാവദൂഷ്യത്തിന് പ്രധാന കാരണം ശിഥിലമായ കുടുംബങ്ങളും അവിടെ നിന്നുള്ള അനുഭവങ്ങളുമാണെന്നും സ്കൂളിലെത്തുന്നതുവരെയുള്ള 6 വർഷക്കാലം അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണെന്നും മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ വലിയ അപകടങ്ങളിലേക്കാണ് നാം അവരെ കൈപിടിച്ച് നടത്തുന്നതെന്നും ബാലാവകാശ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. നിയമം എന്ന് പറയുന്നത് ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അല്ലേ, ജസ്റ്റിസ് എല്ലാവർക്കും നീതി ലഭ്യമാവണം. അതിനുവേണ്ടി സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് നിയമം. ആ നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും പുതിയതായി നവീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി P. ബിജോയ് അധ്യക്ഷനായി. 1 മാസത്തിനകം 70ഓളം പോക്സോ കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കുറ്റക്കാരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും മോഷണം, ബലാത്സംഗം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നും SP വ്യക്തമാക്കി. പരിപാടിയിൽ SPC ADNO തമ്പാൻ സ്വാഗതവും കോർ കമ്മിറ്റിയിലെ അശോകൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.